നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പൈനാപ്പിൾ വെച്ച് ചെയ്യാവുന്ന നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തോളൂ. ഞാനിവിടെ 400 ഗ്രാം പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറമേയുള്ള തൊലിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പൈനാപ്പിൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ലോവിലോട്ട് വെച്ചിട്ട് കടലമാവിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ 3-4 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കൈയെടുക്കാതെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ കടലമാവ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പം കടലമാവിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് പാനിലോട്ട് 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിലോട്ട് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പിന്നീട് പൈനാപ്പിളിൻ്റെ സ്വീറ്റ്സിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. മുന്തിരിയൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോൾ അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്കിതിലോട്ട് കാഷ്യൂനട്ടും ബദാമും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതൊന്ന് ലൈറ്റായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ പ്യൂരി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം പൈനാപ്പിൾ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. വെള്ളം ചേർത്ത് കൊടുക്കാതെയാണ് കേട്ടോ നമ്മളിത് പൈനാപ്പിൾ അരച്ചെടുത്തത്. പൈനാപ്പിളൊക്കെ ഒന്ന് കുക്കായി ചെറുതായിട്ട് അതിൻ്റെ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരും കേട്ടോ. ഈ ഒരു സമയത്ത് ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു 2-3 ഡ്രോപ്സ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുത്തേ ഉള്ളൂ കേട്ടോ. പൈനാപ്പിളിൻ്റെ വെള്ളമൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 1/4 കപ്പ് പൊടിക്കാതെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്തിക്കോളൂ. നല്ല മധുരമുള്ള പൈനാപ്പിളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടി വരില്ല കേട്ടോ. ഇനി പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വരുമ്പോൾ നമുക്കതിലോട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലമാവും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടൊരു 5 മിനിറ്റ് നമ്മളിതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും ബദാമും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് ഒരുപാട് തിക്കായിട്ടുള്ളൊരു സ്വീറ്റ്സ് അല്ല, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. പൈനാപ്പിളിൻ്റെ എസൻസ് ചേർത്ത് കൊടുത്താലും മതി. മധുരവും അതുപോലെ തന്നെ പുളിപ്പൊക്കെ കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ് കേട്ടോ ഇത്. ഇപ്പം നമ്മുടെ സ്വീറ്റ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ലാസ്റ്റ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരി ഉണ്ടല്ലോ, അതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് ബദാമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.